നമ്മളിപ്പോൾ എന്നുള്ളത് ഇലക്ട്രോണിസിറ്റിയിലാണ്. ഇലക്ട്രോണിസിറ്റിയിൽ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ട് പലരും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഇന്ന് അതിനൊരു ഉത്തരമായിട്ട് എൻ്റെ കൂടെ കുറച്ച് ആൾക്കാരുണ്ട്. ഹായ്, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. പേരെന്തായിരുന്നു? ഷംസുദ്ദീൻ. അപ്പോൾ ഷംസുക്കും നിങ്ങളുടെ പേര് താജുദ്ദീനും. അപ്പോൾ ഇവർ ഇവിടെ ഇലക്ട്രോണിസിറ്റിയിൽ ഒരുപാട് കാലങ്ങളായിട്ട് കച്ചവടം ചെയ്യുന്നവരാണ്. ഇവർക്കിത് അവിടെ ലേഡീസിൻ്റെയും കിഡ്സിൻ്റെയും അതേപോലെ തന്നെ ജെൻസിൻ്റെ ഒക്കെ ഷോപ്പുകളുണ്ട്. ഒരു എത്രത്തോളം വർഷമായിട്ടുണ്ടാവും? ഒരുപാട് വർഷമായി. ഓക്കെ. കണ്ണൂർ തന്നെയാണോ? കാരണം കണ്ണൂരാരാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു കച്ചവടക്കാരെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവരുടെ ഷോപ്പൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. നമ്മൾ ബാംഗ്ലൂരിൽ ഇലക്ട്രോണിസിറ്റി ഭാഗത്ത് ഒരുപാട് ഫാമിലീസ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, അതേപോലെ തന്നെ IT വർക്ക് ചെയ്യുന്നവരുണ്ട്. പിന്നെ കുറേ ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് PG ഇലക്ട്രോണിസിറ്റിയിൽ എവിടെയാണ്, അതേപോലെ തന്നെ എന്തെങ്കിലും ഇവിടെ ഷോപ്പിലൊക്കെ ജോബ് കിട്ടുമോ, അല്ലെങ്കിൽ ഈ ഏരിയയിൽ എന്തെങ്കിലും പാർട്ട് ടൈം ജോബ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അതിനൊരു ഉത്തരം എനിക്ക് എൻ്റെ കൂടെ ഒരു ടീമായിട്ട് ഇവിടെ ഉത്തരം പറയാനുള്ള ആൾക്കാരുണ്ട്. എങ്ങനെയുണ്ട് ഇലക്ട്രോണിസിറ്റി? അടിപൊളിയാണോ? അടിപൊളിയാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഇവരുടെ ഷോറൂം കൂടി ഒന്ന് കാണാം. കാരണം നമ്മളെ ഞാനിപ്പോൾ ഒരു ഇലക്ട്രോണിസിറ്റിക്കാരനാണ്. ഇത് ലേഡീസ് കിഡ്സ് പാൻറ്റുകളാണ്. ഓക്കെ. പിന്നെ നല്ല ലെഗിങ് പാൻറ്റുകൾ, ഓക്കെ, ജാഗോർ പാൻറ്റുകൾ, ഓക്കെ. അതുപോലത്തെ ഐറ്റംസുകളെല്ലാം. ഓക്കെ. അതുപോലെ ഇതിന് പറ്റുന്ന ടീഷർട്ടുകളുണ്ട്, നല്ല ലേഡീസ് ടീഷർട്ട്. ഇതിപ്പോൾ പുതിയ ഒരു സ്റ്റോറാട്ടോ ഇവർ തുടങ്ങിയിട്ടുള്ളത്. അപ്പം നമ്മൾ ഇപ്പോൾ ഇലക്ട്രോണിസിറ്റിയിൽ എല്ലാവരും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഒന്നെങ്കിൽ സ്റ്റുഡിയോ എന്നുള്ളൊരു മൈൻഡോ അല്ലെങ്കിൽ വെസ്റ്റ് സൈഡ് എന്നുള്ളൊരു മൈൻഡ് മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഒന്നുകൂടി ഈസി ആയിട്ട് കുറച്ചും കൂടി ചീപ്പ് ആൻഡ് ബെസ്റ്റിൽ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ ആയിട്ടാണ് ഇവരുടെ ഈ ഒരു ഷോപ്പ് ഇവിടെ ഉള്ളത്. അതുപോലെ അതിൻ്റെ ക്രോപ്പ് ടോപ്പുകൾ, അതുപോലെ ലെഗിൻസ്, ജഗ്ഗിൻസ്, ജാഗോർ പാൻറ്റുകൾ, കാർഗോസ് പാൻറ്റുകൾ. ഓക്കെ. അങ്ങനെ അതുപോലെ നെക്സ്റ്റ് ഐറ്റംസ് വരുന്നത് മറ്റേ ജഗ്ഗിൻസ്, എല്ലാ സൈസിലും. എങ്ങനത്തെ കസ്റ്റമേഴ്സാണ് കൂടുതലായിട്ടുള്ളത്? കൂടുതൽ നമുക്കില്ല കസ്റ്റമേഴ്സ് PG മറ്റേ എംപ്ലോയീസ് കൂടുതലുണ്ട്. ഓക്കെ. ഇതിന്റെ അടുത്തായിട്ട് ഒരുപാട് PGs ഉണ്ടോ? ഒരുപാട് PGs ഉണ്ട്. ഒരുപാട് PGs ഉണ്ടല്ലേ? ഓക്കെ. അപ്പോൾ എംപ്ലോയീസ് ആണ് കൂടുതൽ നമുക്ക് വരുന്ന കസ്റ്റമേഴ്സ്. ഓക്കെ. അതാണ് ഇപ്പോൾ ഈ ലേഡീസ് ഫോർമൽ ഐറ്റംസ് ആണ് നമുക്ക് കൂടുതലും. അതുപോലെ കുർത്തി ഉണ്ട്, ആലിയ കട്ട് ഉണ്ട്, അതുപോലെ അനാർക്കലി ഉണ്ട്, അതുപോലുള്ള സാധനങ്ങളൊക്കെ എല്ലാ ചുരിദാർ 2 പീസ് 3 പീസ് ചുരിദാറുകൾ, ടോപ്പുകൾ, ക്രോപ്പ് ടോപ്പുകൾ, ജീൻസുകൾ, എല്ലാ ഐറ്റംസും ഉണ്ടല്ലേ. അതുപോലെ ലേഡീസ് പർച്ചേസിംഗ്. അതുപോലെ ഇപ്പൊ ഈ ഇതൊക്കെ ഇത് വരുന്ന ആലിയക്കട്ടിലുള്ള ടോപ്പ് കുർത്തിയാണ്. ആലിയക്കട്ടിലുള്ള ടോപ്പാണിത്, ഈ ടൈപ്പ് വരുന്നത്. എങ്ങനെയാണ് പ്രൈസ് ഒക്കെ വരുന്നത്? പ്രൈസ് വരുന്നത് വെച്ചാൽ വളരെ ചീപ്പ് റേറ്റിലാണ് നമ്മൾ പ്രൈസ് കൊടുത്തിരിക്കുന്നത്. ഇതിന് വരുന്നത് 1200 സംതിങ് ആണ്. ഓക്കെ. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആവുന്നവർക്ക് എന്തെങ്കിലും ഓഫേഴ്സ് ഉണ്ടാവും? ചോദിക്കാലോ, ചിലപ്പോൾ കിട്ടിയാലോ. അപ്പം അതേപോലെ തന്നെ ഇപ്പൊ ലേഡീസും മെയിൻ ആയിട്ട് കിഡ്സും. വേറെ കിഡ്സിലേക്ക് വന്നത് കിഡ്സ് ആകുമ്പോൾ 0 സൈസ് ന്യൂ ബോൺ ഐറ്റം മുതൽ പിന്നെ 9 സൈസ് വരെയുള്ള സാധനങ്ങളുണ്ട് നമ്മുടെ അടുത്തുണ്ട്. ഗേൾസിന്റെയും ബോയ്സിൻ്റെയും. ഓക്കെ. ഗേൾസും ബോയ്സും കിഡ്സ് ഉണ്ട്. ന്യൂ ബോൺ മുതൽ 9 സൈസ് വരെ, 9 ഇയർ വരെയുള്ള. ഓക്കെ. ഇപ്പൊ ഇലക്ട്രോണിസിറ്റിയിൽ നമ്മളെ ഈ വീഡിയോ കാണുന്ന ഫാമിലീസ് ഉണ്ടെങ്കിൽ എന്തായാലും ഞാൻ ഇതിന്റെ ലൊക്കേഷൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് വന്ന് വിസിറ്റ് ചെയ്ത് നോക്കി. കാരണം എനിക്കൊന്ന് ഈ ഒരു ട്രാക്കിലാണ്, ഈ ഒരു ലൈനിലാണ് കൂടുതലായിട്ടും മലയാളീസിന്റെ കുറെ ഷോപ്പുകൾ ഉള്ളതെന്ന് തോന്നുന്നു. കാരണം ചായ കുടിക്കാനായിട്ടും സൂപ്പർ മാർക്കറ്റ് ആയിട്ടും ഒക്കെ ഇവിടെ ഇറങ്ങുന്നുണ്ട്. ഇതൊക്കെ ഐറ്റംസ് എല്ലാം ലേഡീസ് പാൻറ്റുകളാണ്. കുട്ടികൾ ഗിഡ്സ് ഐറ്റംസിൽ പിന്നെ ഗേൾസ് പാൻറ്റുകളാണ് കൂടുതൽ. ഇത് ബോയ്സ് പാൻറ്റുകൾ, ബോയ്സ് ഷർട്ട്, അതുപോലെ ഐറ്റംസുകളൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂ ബോൺ ഐറ്റംസ് ആണുള്ളത്. പിന്നെ പ്രസവിച്ച പാടുള്ള ഫസ്റ്റിലെ കുട്ടികൾ, അതുപോലെ ഈ ഷീറ്റുകൾ, ബേബി ബെഡ്, അതുപോലെ മറ്റേ റാപ്സ് ഐറ്റംസ് അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ കുട്ടികളുടെ തന്നെ ന്യൂ ബോൺ ബേബീസ്, ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഗിഫ്റ്റ് വാങ്ങണം, നാട്ടിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഒരു പെട്ടെന്നാണ് നിങ്ങൾക്ക് ആ ഒരു ഗിഫ്റ്റ് വാങ്ങേണ്ടതെന്നൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങാനുള്ള ഒരു ഓപ്ഷനും ഇവിടെ ഉണ്ട്. വേറെ ഹോം ഡെലിവറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ ചെയ്തു കൊടുക്കാം. ഇലക്ട്രോണിസിറ്റി ഭാഗത്തുള്ള കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്തു കൊടുക്കാൻ പറ്റും. ഓക്കെ. ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് മാത്രമായിട്ട് ഇടാൻ പറ്റുന്ന ടൈപ്പ് ഉടുപ്പുകൾ, അത് ഈ ടൈപ്പ് ഐറ്റംസ് വീട്ടിൽ നിന്ന് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് കുട്ടികളെ. ഐറ്റംസ് നല്ല ഫ്രോക്ക് ഐറ്റംസ്, ഷോർട്ട് ടോപ്പ്, ആ ടൈപ്പിലെ സാധനങ്ങളാണ്. പിന്നെ ഈ പൊതുവെ ക്ലൈമറ്റ് നമുക്ക് കൂടുതൽ തണുപ്പാണല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്കുള്ള ഇതുപോലുള്ള പിന്നെ ജാക്കറ്റ് ഐറ്റംസുകൾ, കുട്ടികളെ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ ഗ്രാൻഡ് ഇവിടെ സ്കൂളുകളും കാര്യങ്ങളും ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഇവിടെ പിന്നെ നമുക്ക് ഗ്രാൻഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കുട്ടികൾക്ക് അധികം ചോദിച്ചു വരാറുണ്ട്. അപ്പോൾ അവർക്കുള്ള നല്ല ഫാൻസി ഫ്രോക്കുകൾ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ പിന്നെ
നല്ല ഫാൻസി കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഗ്രാൻഡ് ഏറ്റവും കൂടുതൽ എങ്ങനെയാണ് നമ്മളെ മലയാളീസ് ആണോ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് മലയാളീസും വരുന്നുണ്ട്, അതുപോലെ തന്നെ മിക്സ് ആയിട്ട് വരുന്നുണ്ട്. ഈ ആന്ധ്രാപ്രദേശ് അതുപോലെ തന്നെ ഈ എംപ്ലോയീസിലെ പല കർണാടകക്കാർ എല്ലാ ഐറ്റംസ് ആൾക്കാരും വരാറുണ്ട്. മലയാളീസും ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മളിപ്പം ലേഡീസ് ആയിക്കോട്ടെ കിഡ്സ് ആയിക്കോട്ടെ, നിങ്ങളിപ്പോൾ ഇലക്ട്രോണിക് സിറ്റി ഭാഗത്താണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും മൈൻഡിലുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് സ്റ്റുഡിയോ അല്ലെങ്കിൽ വെസ്റ്റ് സൈഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻസ് മാത്രമല്ല, നമ്മുടെ മലയാളീസിൻ്റെ തന്നെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള നല്ല സ്റ്റോറും ഇവിടെ ഉണ്ട്. അതിൽ തന്നെ നമുക്കിപ്പം ലേഡീസിന് കിഡ്സിൻ്റെ ഡ്രസ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു, ഇനിയിപ്പോൾ ബാഗ്സും അതുപോലെ ലേഡീസിനുള്ള എല്ലാ ഐറ്റംസ് ബാഗുകളുണ്ട്. ഇപ്പോൾ രാജസ്ഥാൻ പ്രിന്റിൽ ഇപ്പോൾ ന്യൂ ട്രെൻഡായിട്ട് വരുന്ന ബാഗുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലെതർ, പ്യൂർ ലെതർ ആയിട്ടുള്ള സാധനമാണ്. പ്യൂർ ലെതർ സാധനമാണ്. അപ്പോൾ അതുപോലെ തന്നെ മറ്റേ ഈ സ്കൂൾ ടൈപ്പ് സാധനങ്ങളുടെ ബാഗുകൾ, അതുപോലെ ഫാൻസി ഐറ്റംസ് ബാഗുകൾ, ലേഡീസ് ബെൽറ്റുകൾ, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇത് സാധനം പ്യൂർ ലെതറാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇതൊക്കെ പ്യൂർ ലെതർ ആയിട്ടുള്ള ബാഗ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പം ഇലക്ട്രോണിക് സിറ്റി അല്ലെങ്കിൽ എന്താ പറയുക ബൊമ്മനഹള്ളി, ബേഗൂർ കൊപ്പ റോഡ്, ഉള്ളഹള്ളി, ഈ ഒരു ഭാഗം മെയിനായിട്ടും കവർ ചെയ്യുന്നത് ഈ ഒരു ഏരിയ ഫേസ് ചെയ്തിട്ടാണ്. ഇലക്ട്രോണിക് സിറ്റി ഫേസ് 1 ഈ ഒരു ഏരിയ കവർ ചെയ്തിട്ടാണ്. പിന്നെ ഇൻഫോസിസിൻ്റെ ഭാഗം, പിന്നെ ഇനിയിപ്പോൾ ഫേസ് 2 ആണെങ്കിലും ഇത് നിയർ ബൈ തന്നെയാണ് അല്ലേ? ഓക്കെ. ഇനിയിപ്പോൾ ലേഡീസിൻ്റെ ബെൽറ്റ് ഇവിടെ ഉണ്ട്, ബാഗ്സ് ഇവിടെ ഉണ്ട്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ പേഴ്സുകൾ സാധനങ്ങൾ ലെതർ ക്വാളിറ്റി സാധനങ്ങളാണ്. അതുപോലെ പേഴ്സുകൾ. ഓക്കെ ഓക്കെ. ഇങ്ങനെ പേഴ്സ് ഐറ്റംസുകൾ ഇവരുടെ അടുത്തുണ്ട്. അടുത്ത ഫാൻസിയിൽ അതെ ഈ ഫാൻസി ഐറ്റംസ് ആണ് നല്ല കിടക്കുന്നത്. ബക്കിൾസ് ഉണ്ട്. അതുപോലെ ഈ ഐറ്റംസ് ഫാൻസി കൂടുതൽ മൂവിങ് ആയിട്ട് പോകുന്ന സാധനങ്ങളാണ്. ഏറ്റവും കസ്റ്റമർ ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചു വരുന്ന സാധനങ്ങളാണ് നമ്മൾ കൂടുതൽ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസും പിന്നെ നമ്മളൊരു മലയാളി ബാംഗ്ലൂരിൽ വന്ന് നല്ലൊരു സ്റ്റോറായിട്ട് തുടങ്ങുന്ന സമയത്ത് അതിൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും എന്ന് നമുക്കറിയാം. നിങ്ങൾ ഈ ഒരു സംഭവം സെറ്റ് ചെയ്തെടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ എത്രയും ഭംഗിയായിട്ട് തന്നെ ആ ഒരു സ്റ്റോർ വരെ റെഡിയാക്കി. എന്തായാലും നമുക്ക് ഇപ്പോൾ 10 ദിവസം, എത്ര ദിവസമായി? 25 ക്രിസ്മസിൻ്റെ ഓപ്പൺ ആക്കി 10 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും ദുആയും അല്ലെങ്കിൽ പ്രാർത്ഥനയും കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തണം. കാരണം ഈ വീഡിയോയിൽ നെക്സ്റ്റ് സെക്ഷനിൽ വാച്ചുകൾ, പെർഫോമൻസ് കാര്യങ്ങളൊക്കെ. ഓക്കെ ഓക്കെ. വാച്ച് നല്ല ലേഡീസിൻ്റെ നല്ല വാച്ചുകളാണ് നമ്മൾ. ഓക്കെ ഓക്കെ. ഇത് ലേഡീസിൻ്റെ ടൈപ്പ് വാച്ചുകളും ഇവരെ കയ്യിൽ ഉണ്ട്. മൊത്തത്തിലുള്ളൊരു സ്റ്റോറാന്ന് തന്നെ പറയാം. ട്രെൻഡിങ് ആയിട്ടുള്ള വാച്ചുകളാണ് ഇപ്പം കൂടുതൽ. ട്രെൻഡിങ്ങിലുള്ള മൂവിങ്ങിലുള്ള വാച്ചുകളാണ്. മൂവിങ്ങിലുള്ള വാച്ചുകൾ ഇവരെ കയ്യിലുണ്ട്. പിന്നെ ഇനി അടുത്ത് പെർഫ്യൂംസ്. ഓക്കെ ഓക്കെ. അപ്പം പെർഫ്യൂംസും ഒക്കെ ലേഡീസ് മാത്രമാണോ പെർഫ്യൂംസ്? ഓൾ ലേഡീസ് പെർഫ്യൂംസ്. ഓക്കെ. നല്ല ഒക്കെ ലേഡീസിൻ്റെ പെർഫ്യൂംസ് ആണ്. ആഹാ, അടിപൊളിയാണല്ലോ. ഇനിയിപ്പോൾ അത്യാവശ്യമുള്ള ക്രീംസ് ഐറ്റംസും ഉണ്ട്. അത്യാവശ്യമുള്ള എല്ലാ ക്രീമുകളുണ്ട്. അതുപോലെ കോസ്റ്റ്യൂംസിൻ്റെ പോളിഷ്, അതുപോലെ തന്നെ ഐബ്രോ, ലിപ്സ്റ്റിക് ഐറ്റംസ്, അതുപോലെ മെഹന്തി അങ്ങനെയുള്ള കാര്യങ്ങൾ, കോസ്റ്റ്യൂംസ് ഐറ്റംസ് എന്ന കാര്യങ്ങൾ. ഓക്കെ 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 ഓക്കെ. അപ്പോൾ ഇവരുടെ തന്നെ ലേഡീസിൻ്റെയും കിഡ്സിൻ്റെ ഷോപ്പ് മാത്രമല്ല ജെൻസിൻ്റെ ഒരു ഷോപ്പ് ഉണ്ട്. നമുക്കിപ്പോൾ നമ്മുടെ ചുറ്റും കുറേ കസ്റ്റമേഴ്സിനൊക്കെ കാണാം. അപ്പോൾ നിങ്ങളൊരു എങ്ങനെയാണ് ഷർട്ടിൻ്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒക്കെ വരുന്നത്? ഒരു 500 rupees. 500 rupees മുതൽ. ഓക്കെ. നല്ല ക്വാളിറ്റിയിൽ. അപ്പോൾ 500 രൂപയ്ക്കുള്ള ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസിലുള്ള ഷർട്ട്സ് ഇവരുടെ ഈ ഒരു സ്റ്റോറിൻ്റെ. സ്റ്റോറിൻ്റെ പേരെന്തായിരുന്നു? #. ഓക്കെ. # എന്ന് പറയുന്നതാണ് ഇലക്ട്രോണിക് സിറ്റി ഫേസ് 1 എന്ന് തന്നെ പറഞ്ഞാൽ മതി. നമ്മൾ ഈ ഫേസ് 1. ഓക്കെ. അപ്പോൾ ഇലക്ട്രോണിക് സിറ്റി ഫേസ് 1-ലുള്ള ലേഡീസ്, കിഡ്സ്, ജെൻസിൻ്റെതൊക്കെ ആയിട്ടുള്ള കുറച്ച് സ്റ്റോറുകൾ നമുക്ക് പരിചയപ്പെടുത്തി തരാൻ പറ്റി. അപ്പോൾ ഇവരിൽ തന്നെ ഇനിയിപ്പോൾ ഷർട്ട്സ് ആണെങ്കിൽ ഷർട്ട്സ് ഐറ്റംസ്, വേറെ എന്തൊക്കെ ഐറ്റംസ് ഉള്ളത്? ഷർട്ട്സ്, ഷൂസ് ഉണ്ട്. ഷൂസ് ഐറ്റംസും ഉണ്ട് അല്ലേ? അപ്പം വുഡീസ്, ടീഷർട്ട്, വുഡീസ്, ഇങ്ങനത്തെ ഒരുവിധം എല്ലാം നമുക്ക്. അപ്പോൾ ജെൻസിന് വേണ്ടിയുള്ള ഒരുവിധം എല്ലാ ഐറ്റംസും ഇവരുടെ ഈ # എന്ന് പറഞ്ഞ ഷോപ്പിലുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇലക്ട്രോണിക് സിറ്റി ഫേസ് 1-ൽ വന്നു. നമുക്ക് എല്ലാവർക്കും ഇവിടുത്തെ ഒരു മലയാളീസിൻ്റെ ഷോപ്പുകൾ എവിടെയാണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവാറുണ്ട്. കാരണം നമ്മളിവിടെ ഇപ്പം പലരും അങ്ങനെ കാണാറില്ല മലയാളീസിൻ്റെ ഷോപ്പുകൾ എവിടെയാണെന്നുള്ളത്. ചിലപ്പോൾ ഇവിടെ കുറേ കാലങ്ങളായിട്ടുള്ള മലയാളീസിന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ പുതുതായിട്ട് ബാംഗ്ലൂരിൽ വരുന്ന അല്ലെങ്കിൽ ഇലക്ട്രോണിക് സിറ്റി ഭാഗത്തേക്ക് വരുന്ന മലയാളികൾക്ക്
ഈ ഒരു സംഭവം മീൻസ് ലേഡീസ്, കിഡ്സ്, ജെൻസിൻ്റെ ഒരു ഷോപ്പ്, പിന്നെ മലയാളീസിൻ്റെതായിട്ടുള്ള ഒരു സ്ട്രീറ്റ്, ഇവിടെ തന്നെ ചായക്കടകളുണ്ട്, ഫാൻസി സ്റ്റോർ ഉണ്ട്, ഇവർ തന്നെ ആയിട്ടുള്ള ഫാൻസി സ്റ്റോർ ഉണ്ട്, ഗിഫ്റ്റ് ഷോപ്പുകളുണ്ട്. പിന്നെ വേളാങ്കണ്ണി ഗേറ്റ് നമ്പർ 2ന്റെ ഓപ്പോസിറ്റ്, വേളാങ്കണ്ണി ടെക് പാർക്കിന്റെ ഗേറ്റ് നമ്പറിന്റെ ഓപ്പോസിറ്റ്, ഗേറ്റ് നമ്പർ 2ന്റെ ഓപ്പോസിറ്റ്. ഓക്കെ. അപ്പോൾ എന്തായാലും ഞാൻ ഇവരുടെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ വരും, ഞാൻ ഷംസുഖാന്റെ നമ്പർ ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ വാട്സ്ആപ്പ് നമ്പർ. കാരണം ഈ ഇലക്ട്രോണിക് സിറ്റിയിൽ എത്തുന്ന പുതിയ ആൾക്കാരൊക്കെ, കൂടുതൽ ആൾക്കാർ അത്യാവശ്യം ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും വിളിക്കും. ഞാൻ ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. താങ്ക് യു ഷംസുഖ. എന്തായാലും നമുക്ക് നല്ലൊരു മലയാളീനെ ഇലക്ട്രോണിക് സിറ്റി ഭാഗത്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളെ പരിചയപ്പെടാൻ പറ്റി. താങ്ക്